ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഞാനൊരു ഹാർഡ് കോർ സീരീസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റണ്ടർ ഡിസ്റ്റൻസൊക്കെ കുറച്ചിട്ടൊക്കെയാണ്. ബെഡ് റോക്കിലല്ലത്, ഇത് ജാവാണ്, ലോഞ്ചർ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂടുതൽ പറഞ്ഞ് വലിച്ച് നീട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചെങ്കിൽ 2 ടെക്സ്ചർ പാക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇത് തന്നെ, നമ്മളെ സുദ്ധിയൊക്കെ ഇട്ടുള്ള നമ്മളെ ബുഷി ലീവ്സാണ്, ബട്ടർ ലീവ്സ്. പിന്നെ ഇട്ടേക്കണത് ഇതാണ് വേണ്ടോ കണ്ട അനിമേഷൻ, ഫ്രഷ് അനിമേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇട്ടുള്ള മോഡല്ല ടെക്സ്ചർ പാക്സ്. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മരം വെട്ടിയാണ് തുടങ്ങാം. അപ്പോൾ 2 മോഡ്സ് അല്ല, എനിക്ക് മാറിപ്പോയതാണ്. 2 മോഡ്സ് അല്ല, 2 ടെക്സ്ചർ പാക്സ് അല്ല റിസോഴ്സ് പാക്ക് വേണ്ട. ഒന്ന് ബെറ്റർ ലീവ്സും, പിന്നെ ഒന്ന് ഫ്രഷ് അനിമേഷൻ, പിന്നെ ഒന്ന് മിനി ഐറ്റംസ്. അപ്പോൾ നമുക്ക് നേരെ മരം വെട്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിപ്പോൾ റണ്ടർ ഡിസ്റ്റൻസ് ഒന്ന് ഇതാവണോണ്ടാണ് കേട്ടോ ലാഗ്, ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ മരമൊക്കെ ഉണ്ട് വെട്ടിയിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ അത് നമ്മളൊരു 6 വുഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇനി സ്റ്റോൺ പോയി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളൊരു ഫർണസ് ഉണ്ടാക്കി കുറച്ച് ഫുഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കുണ്ട് സ്മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡ് എടുത്തിട്ട് ബാക്കി 10 ഫുഡ് ഉണ്ട്, അത് ഞാൻ ഇൻവെൻട്രിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതായിട്ട് നമുക്ക് ഇനി ബാക്കി എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങാം. അതൊക്കെ അവിടെ പ്ലെയിൻസ് വില്ലേജ് കിട്ടിയാൽ മതി. ഞാനിനി അവിടേക്കൊന്ന് പോയോക്കട്ടെ. പിന്നെ ഞാൻ ആ ടെക്സ്ചർ പാക്ക് ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് റണ്ടർ ഡിസ്റ്റൻസ് കുറച്ച് കൂട്ടിയിട്ടിട്ട് നോക്കാൻ. അപ്പോൾ ടെക്സ്ചർ പാക്ക് ഓഫാണ്. അപ്പോൾ ഞാനിവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ എല്ലാം കിട്ടുന്നുണ്ടാകുന്നു. അതാ ഇവിടായിട്ട് വില്ലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ റണ്ടർ ഡിസ്റ്റൻസ് ഓഫ് കുറച്ച് കിട്ടാം, അല്ലെങ്കിൽ ലാഗിഞ്ഞ് കൂടും. എന്തായാലും ബെഡ് കിട്ടിയില്ല, നൈറ്റും ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അയൺ ഫാമാണ് ഉണ്ടാക്കിയാലോ. എന്ത് പറയുന്നു, നമ്മൾ അയൺ ഫാമാണ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി പ്രിപ്പയർ ആവാം. അപ്പോൾ അന്നത്തെ വീഡിയോയിലത്തെ ഗോള് അയൺ ഫാം. അപ്പോൾ ഉണ്ടാക്കുക ഉള്ള റിസോഴ്സൊക്കെ ഞാൻ കളക്ട് ചെയ്യാം. ഞാനൊന്ന് സ്കിപ്പ് ചെയ്യട്ടെ നൈറ്റ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് തടിയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അപ്പുറത്തായിട്ട് അയൺ ഫാമിൻ്റെ ഒരു ബിൽഡ് ഉണ്ടാക്കുക. അപ്പം ഇനി അയക്കാൻ കിടക്കട്ടെ. അപ്പം ഇനി ഞാൻ കുറച്ച് ഫുഡ് കളക്ട് ചെയ്യട്ടെ ഇവിടെ നിന്ന്, ഇതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട്. ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, ഞാൻ അതിലൊന്ന് കയറി കേട്ടോ, എന്താ ഉള്ളതെന്ന് അറിയില്ല. 2 അയണിൻ്റെ പിക്കാക്സ് ഇട്ട്, പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ നമുക്ക് 2 ലെതറിൻ്റെ ഇത് കിട്ടിയിരുന്നു. ഇതൊക്കെ ഞാൻ ഒന്ന് എടുക്കട്ടെ. ഏതാ ഇപ്പം തന്നെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആർമറായിട്ടുണ്ട്. ഇനി ഒരു ഹെൽമെറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആർമർ ഫുൾ സെറ്റാക്കാം. അപ്പം ഇനി നമുക്ക് ഇനി ബാക്കി പണിക്ക് കിടക്കാം. പിന്നെ എന്തിനാവശ്യം അപ്പം ഇനി നമുക്ക് ബാക്കി പണിക്ക് കിടക്കാം. അപ്പോൾ ഈ അയൺ ഫാം ഉണ്ടാക്കാൻ നമുക്ക് അത്യാവശ്യം പ്ലെയിനായിട്ടുള്ള സ്ഥലം വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പ്ലെയിനാക്കാം. ഇവിടെ അല്ല, അതാ ഇവിടേക്കൊന്ന് പ്ലെയിനാക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒന്ന് ഞാൻ പ്ലെയിനാകട്ടെ, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം പ്ലെയിനാക്കിയിട്ടുണ്ട്. ഇനി ഇവിടേക്കും നമുക്ക് ആക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ ഫുള്ള് പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കിട്ടിയ എല്ലാ ചെറിയ ക്ലാസ്സത്തിൻ്റെ സാപ്ലിങ്ങും വെച്ച്, പിന്നെ ഇവിടെ കാക്കാത്ത അടിയിൽ കേവായതുകൊണ്ടാണ്. അപ്പം ഇനി നമുക്ക് ചെങ്കി ആയി വരുന്നുണ്ട്. അപ്പം ഇനി വില്ലേജറിൻ്റെ ബെഡ് ഇവിടെ തുറന്ന് പറഞ്ഞാൽ 3 ബെഡ് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ഇവിടേക്ക് അയൺ ഫാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. വെറും 2 ഹാർട്ട് ഗൈസ്, അതിൻ്റെ ഉള്ളിലൊരു സ്കെൽറ്റൻ നിൽക്കുന്നുണ്ട്. ഞാൻ അറിയാണ്ട് എന്താ വെച്ചിട്ട് അവിടെ തന്നെ നിന്ന് കറങ്ങി, നല്ല ഡാമേജ് കിട്ടി. പിന്നെ വെച്ചെങ്കിൽ ഇവിടുത്തെ അപ്ഡേറ്റ് ചെയ്താണ് അയ്യോ സോംബി. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇടേണ്ടിയായിരുന്നു.
അവിടെ ഒരു ബ്ലോക്ക് വെച്ചപ്പോൾ അവൻ അതിൻ്റെ അടി വന്നിക്കണ കണ്ട. ഓക്കെ, അപ്പോൾ ഞാനെന്തായാലും അവനൊന്ന് കില്ല് ചെയ്യട്ടെ. അത് കാണിക്കാമെന്നാൽ ചിലപ്പോൾ ക്രീപ്പറിൻ്റെ കൊല്ലും. അപ്പോൾ ഞാൻ അവനെ കില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാവ ഒപ്പിക്കണം. ഓക്കെ, ലാവ കിട്ടാൻ ഇച്ചിരി മെനക്കടായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഫാം ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാവ ഹണ്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അവിടെ 3 വില്ലേജർ, ഇവിടെ ഒരു ബോട്ട്. ഈ ബോട്ടിൽ സോംബിനെ ഇടണം. ഓക്കെ, സോംബിനെ ഇട്ടിട്ട് നമ്മൾ ചെങ്ങി ഇവിടെ മൂടണം. അല്ലെങ്കിൽ ഇനി ഇതേപോലത്തെ ആൾക്കാർ വരും. ഞാൻ പൊട്ടിച്ച് കളയട്ടെ. പിന്നെ എങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞാൻ വെറുതെ മേലൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഉണ്ടാക്കിയിട്ടാൽ മതി. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി പണികൾ കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫാം ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ വാട്ടർ ഒഴിക്കണം. അതിൽ മുമ്പേ നമുക്കിത് ഒരു 4 അയൺ കിട്ടി. ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെള്ളം ഒഴിക്കാം. എന്നാൽ ലാവ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലാവ ഞാൻ ഓഫ് ക്യാമിൽ പോയി എടുത്തോണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിപ്പോൾ സോംബി ആയ വില്ലേജർ. ഓക്കെ, വില്ലേജേഴ്സൊക്കെ സോംബി ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വെള്ളം ഒഴിക്കണം. ഏതാ ഇവിടെ വെള്ളം ഒഴിച്ചാൽ അതാ കറക്റ്റ് അവിടെ പോയിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് അവിടെ ലാവ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബൈ.